ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ന്യൂ വീഡിയോ. അപ്പോൾ എല്ലാവർക്കും ഓണാശംസകൾ. ഇന്ന് സെപ്റ്റംബർ 6 ആയിരിക്കുകയാണ്. ഡിജിറ്റൽ ഗോൾഡിനെ പറ്റിയായിരുന്നു ഞാൻ കുറേ വീഡിയോസിനകത്ത് പറഞ്ഞിട്ടുള്ളത്. അപ്പം ഗോൾഡിന് റെക്കോർഡ് റേറ്റ് ഇന്ന് സെപ്റ്റംബർ 6 ശനിയാഴ്ച ആയിരിക്കുകയാണ്. ഇന്നലെ 429 ദിറംസോളം അടുത്ത് നിന്ന് 2 ദിറംസ് കുറഞ്ഞിട്ട് ഗോൾഡിൻ്റെ വില 427.60 ദിറംസ് ആയിരിക്കുകയാണ് ഗോൾഡിൻ്റെ വില. സിൽവറിനും റെക്കോർഡ് റേറ്റാണ് UAE 5.26 ദിറംസ്. ഇത് ഡിജിറ്റൽ ഗോൾഡാണ്. ഗോൾഡ് എന്ന് പറയുന്നത് നമ്മുടെ 24 ക്യാരറ്റ് പ്യുവർ ഗോൾഡാണ്. ഡിജിറ്റൽ ഗോൾഡ് 24 ആണ്. അതുകൊണ്ടാണ് വില കമ്പാരിസൺ. തൊട്ട് മുമ്പുള്ള വീഡിയോ ചോദിച്ചിരുന്നു നാട്ടിൽ ഇത്രയും വിലയില്ലല്ലോ എന്ന്. നാട്ടിൽ വില 22 ഗോൾഡിനെയാണ് നമ്മൾ ജ്വല്ലറി കിട്ടുന്നത്. ഇത് ഗോൾഡ് കോയിൻ അല്ലെങ്കിൽ ഗോൾഡ് ബാർ 24 ക്യാരറ്റ് ആയിരിക്കും ഗോൾഡ് ബാർ. അതുപോലെ തന്നെ സിൽവറിൻ്റെ വില 5.26 ദിറംസ് ആണ് സിൽവറിൻ്റെ. പലർക്കും ഒരു സംശയമുണ്ട് എന്തുകൊണ്ടാണ് ഇത്ര റേറ്റ്. ഇത് 24 ക്യാരറ്റ് ഗോൾഡിൻ്റെ റേറ്റാണ് ഇതിനകത്തിൽ കാണിക്കുന്നത്. അതുപോലെ സിൽവർ എന്ന് പറയുന്നത് 99.5 പ്യൂരിറ്റി സിൽവറാണ് സിൽവറിൻ്റെ. ഗോൾഡ് എന്ന് പറയുന്നത് 24 ക്യാരറ്റ് ഗോൾഡും സിൽവർ എന്ന് പറയുന്നത് 99.5% പ്യൂരിറ്റി സിൽവറുമാണ്. അതാണ് ഈ ഗോൾഡ് ജ്വല്ലറി അപേക്ഷിച്ച് ഇതിൻ്റെ വില കൂടാനുള്ള കാരണം. നാട്ടിൽ 22 ക്യാരറ്റിൻ്റെ ഗോൾഡാണ് ജ്വല്ലറിയിൽ കിട്ടുന്നത്. ഇത് 24 ക്യാരറ്റാണ്. അപ്പോൾ ഇന്നത്തെ വിലയെന്ന് പറയുന്നത് ഗോൾഡിന് 427 ആണ്, സിൽവറിന് 5.26 ദിറംസ്. റെക്കോർഡ് റേറ്റ് ആണ് കേട്ടോ. ഗോൾഡിനും സിൽവറിനും റെക്കോർഡ് റേറ്റ് ആണ്. ഗോൾഡ് നിങ്ങൾക്ക് വിൽക്കാൻ പറ്റിയൊരു സമയമാണിത്. ഗോൾഡിന് അത്യാവശ്യം നല്ല സെൽ റേറ്റും തരുന്നുണ്ട്. ഗോൾഡിൻ്റെ സെൽ റേറ്റ് എന്ന് പറയുന്നത് 419, അതായത് 420 ദിറംസ്, ഏകദേശം 420 ദിറംസ് വരുന്നുണ്ട്. അതായത് ഒരു 7 ദിറംസിന് വ്യത്യാസം വരുന്നുണ്ട് വിൽക്കുമ്പോൾ. നമ്മൾ വാങ്ങിക്കുമ്പോൾ 7 ദിറംസ് കൂടുതലാണ്, വിൽക്കുമ്പം 7 ദിറംസ് കുറച്ചായിട്ട് നമുക്ക് വിൽക്കാൻ പറ്റത്തുള്ളൂ. പക്ഷേ നേരത്തെ ഗോൾഡ് വാങ്ങിച്ചവരാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഓപ്പർച്യൂണിറ്റി യൂസ് ചെയ്യാം. നിങ്ങൾക്ക് ഗോൾഡ് വിൽക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ, നിങ്ങൾക്ക് സേവ് ചെയ്യുകയാണെങ്കിൽ സേവ് ചെയ്തോ. പക്ഷേ വിൽക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഇത് നല്ലൊരു സമയമാണ്. നല്ല റേറ്റാണ് സെയിൽ റേറ്റ് തരുന്നത്. നിങ്ങൾക്ക് ഉറപ്പായിട്ടും വിൽക്കാം. നല്ല റേറ്റ് 7 ദിറംസ് ഒരു ഡിഫറൻസ് വരുന്നുണ്ട്. പക്ഷേ മേ ബി നെക്സ്റ്റ് വീക്ക് ആകുമ്പോഴത്തേക്ക് അത് പിന്നെയും കുറയും സെൽ റേറ്റ് കേട്ടോ. ഏകദേശം 5 ദിറംസ് ആണ് മെയിൻലി ഈ ഗോൾഡ് ആപ്പിൽ അവർ കീപ്പ് ചെയ്യുന്നത്. 5 ദിറംസ് ആയിരിക്കും ഗോൾഡ് വ്യത്യാസം നമുക്ക് സെൽ റേറ്റിൽ വരുന്നത് മിക്കവാറും. നല്ലൊരു ഇൻവെസ്റ്റ്മെൻ്റ് ആണ് ഗോൾഡ്. ഗോൾഡിൻ്റെ വില ഡെയിലി കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഈ 2 വീക്സിനുള്ളിൽ ഗോൾഡിന് വില കൂടിയത് ഏകദേശം 29, ഏകദേശം 30 ദിറംസിനോടടുത്ത് ഗോൾഡിൻ്റെ റേറ്റ് കൂടിയിട്ടുണ്ട്. ഹിസ്റ്ററിയിൽ ആദ്യമായിട്ടാണ് ഗോൾഡിന് ഇത്രയും വലിയ വില കയറുന്നത്. നേരത്തെ വില കയറുമെങ്കിലും ഏകദേശം 2 ദിവസം അല്ലെങ്കിൽ ഒരാഴ്ച കഴിയുമ്പോൾ ഗോൾഡിൻ്റെ വില ഡൗൺ ആവുന്നുണ്ട്. ഇപ്പം ഡൗൺ ആയിട്ടേ ഇല്ല, ഗോൾഡിൻ്റെ വില കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഗോൾഡ് നല്ലൊരു ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. നിങ്ങൾക്ക് ജ്വല്ലറിയിൽ നിന്നാണെങ്കിൽ ഒരു ഗോൾഡ് കോയിൻ മേടിച്ച് കയ്യിൽ വെക്കാം. പിന്നെ അത് നിങ്ങൾക്ക് ക്യാഷിന് ആവശ്യം വരുമ്പോഴോ അല്ലെങ്കിൽ എപ്പോഴാണെങ്കിലും അത് വിറ്റ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മെൽറ്റിംഗ് ചാർജ് മാത്രമേ ആവത്തുള്ളൂ. പക്ഷേ ജ്വല്ലറി വാങ്ങിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ പണിക്കൂലി ഭയങ്കര ഒരു നഷ്ടമായിരിക്കും. അപ്പോൾ എപ്പോഴും സേവിങ്സ് ഞാൻ പറയുന്നത് ഡിജിറ്റൽ ഗോൾഡ് അല്ലെങ്കിൽ ഫിസിക്കൽ ഗോൾഡായിട്ട് നിങ്ങൾ സേവ് ചെയ്ത് വെക്കുക. ഗോൾഡ് എപ്പോഴും നമുക്കൊരു അസറ്റായിരിക്കും. ഇത് പിന്നെ സിൽവറിനെ സംബന്ധിച്ച് സിൽവറിൻ്റെ റേറ്റ് കൂടാൻ ചാൻസ് ഉണ്ടെന്നാണ് പറയുന്നത്. വെഹിക്കിൾസിൻ്റെ, അതായത് ഇലക്ട്രിക് വാഹനങ്ങൾ വരുന്നതനുസരിച്ച് സിൽവറിൻ്റെ റേറ്റ് കൂടും, സിൽവറിൻ്റെ ഉപയോഗം കൂടും. അങ്ങനെയാണ് സിൽവറിൻ്റെ റേറ്റ് ഇനി ഭാവിയിൽ കൂടുമെന്നാണ് പറയുന്നത്. പക്ഷേ ഇപ്പം വലിയ കൂടുതലില്ല. ഞാൻ ഈ ഗോൾഡ് ആപ്പിൽ 5.26 ദിറംസ് ആണ് സിൽവറിന് ഗ്രാമിന്. പക്ഷേ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ വിൽക്കുന്ന സമയത്ത് സെയിൽ റേറ്റ് വളരെ കുറവാണ് കേട്ടോ, 4.67. ഇതൊരു 1 മന്തായിട്ട് കുറഞ്ഞിട്ടാണ് നിൽക്കുന്നത്. സെൽ റേറ്റ് കൂടുന്നില്ല. നമുക്ക് സെൽ റേറ്റ് വിൽക്കുമ്പോഴുള്ള റേറ്റ് കൂടിയാൽ മാത്രമേ നമുക്ക് പ്രോഫിറ്റ് ആവത്തുള്ളൂ. നമുക്ക് വിൽക്കുമ്പോഴുള്ള റേറ്റ് കൂടണം. അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ചോണം. വിൽക്കുമ്പോഴുള്ള റേറ്റ് കൂടിക്കഴിഞ്ഞാൽ നമുക്ക് പ്രോഫിറ്റ് കിട്ടത്തുള്ളൂ. നമ്മൾ വാങ്ങിച്ച സാധനം വിൽക്കുമ്പോൾ അതിൻ്റെ റേറ്റ് കൂടിക്കഴിഞ്ഞാലേ പ്രോഫിറ്റ് കിട്ടുള്ളൂ. സിൽവറിനെ സംബന്ധിച്ച് കഴിഞ്ഞ 2 മാസമായിട്ട് സെൽ റേറ്റ് വളരെ കുറവാണ്. ഞാൻ വാങ്ങിച്ചിട്ടുണ്ട് സിൽവർ, കുറച്ചേ വാങ്ങിച്ചിട്ടുള്ളൂ, കൂടുതലൊന്നും വാങ്ങിച്ചിട്ടില്ല. ഏകദേശം 100-200 ദിറംസിനെന്തോ സിൽവർ വാങ്ങിച്ചിട്ടുള്ളൂ. അപ്പോൾ പക്ഷേ ഞാൻ നോക്കുമ്പോൾ അതിൻ്റെ സെയിൽ റേറ്റ് വളരെ കുറവാണ്. നമുക്ക് സെയിൽ റേറ്റ് വിൽക്കുമ്പോഴുള്ള സെയിൽ റേറ്റ് കുറവായതുകൊണ്ട് തന്നെ നമുക്ക് ലോസിലായിരിക്കും എപ്പോഴും കാണിക്കുന്നത്. എനിക്ക് ഏകദേശം ഒരു 10 ദിറംസ് ലോസാണ്. ഒരു 3 മാസമായിട്ട് ഇങ്ങനെ ലോസിൽ കിടക്കുവാണ്. പക്ഷേ ഗോൾഡിനെ സംബന്ധിച്ച് സെൽ റേറ്റ് നമുക്കുണ്ട്, നമുക്ക് പ്രോഫിറ്റാണ് കാണിക്കുന്നത്. വാങ്ങിച്ചപ്പം തൊട്ട് പ്രോഫിറ്റാണ് കാണിക്കുന്നത്. അപ്പം നല്ലൊരു ഇൻവെസ്റ്റ്മെൻറ്റ് ഗോൾഡ് തന്നെയാണ്. സിൽവറിനെ പറ്റി എനിക്ക് കൂടുതൽ അറിയത്തില്ല. നിങ്ങൾക്ക് അറിയാമെങ്കിലും ഒന്ന് കമൻറ്റ് ബോക്സിൽ പറയാം. സിൽവർ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെപ്പറ്റി കമൻറ്റ് ബോക്സ് പറയുന്നത്. പക്ഷേ പ്രഗത്ഭർ പറയുന്നത് ഭാവിയിൽ ഫ്യൂച്ചറിൽ സിൽവറിൻ്റെ ഉപയോഗം കൂടും, അന്നേരം സിൽവറിൻ്റെ റേറ്റും കൂടും. അതുകൊണ്ട് ഇപ്പോഴേ കുറഞ്ഞ വിലയ്ക്ക് വാങ്ങിച്ച് വെക്കാനൊക്കെയാണ് പറയുന്നത്. പക്ഷേ എനിക്കതിനെ കൂടുതൽ അറിയത്തില്ല. കാരണം വരാൻ പോകുന്ന കാര്യമാണ്, അത് നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷേ ഗോൾഡിനെ സംബന്ധിച്ച് നമുക്ക് ടെൻഷൻ വേണ്ട. ഗോൾഡിന് റേറ്റ് എപ്പോഴും കൂടും. 1 വർഷം കഴിഞ്ഞിട്ടോ 2 വർഷം കൂടുമ്പോഴോ കൂടും, അത് ഉറപ്പാണ്, ഷുവറാണ്. ഗോൾഡിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ നല്ലൊരു ചാൻസ് ആണിത് കേട്ടോ. നിങ്ങൾക്ക് ചെറിയ എമൗണ്ടിൽ വാങ്ങിച്ചു വെക്കാം. ഗോൾഡിൽ 1 ദിറംസ് തൊട്ട് നിങ്ങൾക്ക് ഗോൾഡ് വാങ്ങിക്കാൻ പറ്റും. നിങ്ങൾക്ക് താല്പര്യമുള്ളവർക്ക് വാങ്ങിച്ചു വെക്കുക കേട്ടോ. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷൻ ചോദിക്കുക. മാക്സിമം എനിക്ക് അറിയാവുന്ന കാര്യങ്ങൾ ഞാൻ കമൻസിൽ പറയും. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു.